അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവരും ഉഷാറല്ലേ? നമുക്ക് തുടങ്ങിയാലോ? പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനു മുൻപ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ആ രണ്ട് കാര്യങ്ങൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അതെ, കെട്ടിടവും മേഘവും. എവിടെ വെച്ചാലും ഒരു മാറ്റവും വരാത്ത, കാറ്റടിച്ചാലും മഴ പെയ്താലും ഒരേപോലെ നിൽക്കുന്ന ആ കെട്ടിടത്തെ നമ്മൾ അറബിയിൽ എന്തു പേരിട്ടാണ് വിളിച്ചത്? വെരി ഗുഡ്, മബിനി. ഉദാഹരണത്തിന് ഹാദ എന്ന വാക്ക്. അതുപോലെ ആകാശത്തിങ്ങനെ രൂപം മാറിക്കൊണ്ടിരിക്കുന്ന മേഘത്തെപ്പോലെ വാക്യത്തിനനുസരിച്ച് അവസാനം മാറിക്കൊണ്ടിരിക്കുന്ന വാക്കുകളെ നമ്മൾ എന്തു വിളിച്ചു? മിടുക്കന്മാർ, മുഅറബ്. ഉദാഹരണത്തിന് അൽ ബൈത്തു, അൽ ബൈത്ത, അൽ ബൈത്തി എന്ന് മാറുന്ന വാക്ക്. ഇത്രയും എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ? എങ്കിൽ എല്ലാവരും ലിസാനുൽ ഖുർആൻ ടെക്സ്റ്റ് ബുക്കിലെ ആ ഒന്നാമത്തെ പാഠം ഒന്നുകൂടി തുറന്നേ. അതിലെ രണ്ടാമത്തെ പാരഗ്രാഫ് ഇന്ന് നമുക്ക് വായിച്ചു പഠിക്കാം. ഞാൻ വായിക്കുമ്പോൾ എല്ലാവരും ആ വാക്കുകളിൽ വിരൽ വെച്ച് ശ്രദ്ധിക്കണം കേട്ടോ. അൽ കാബത്തു ഫി മക്കത്തൽ മുക്കറമ. കാബ സ്ഥിതി ചെയ്യുന്നത് ആദരണീയമായ മക്കയിലാണ്. യദ്ഹബുൽ മുസ്ലിമൂന ഇലാ മക്കത്ത ലി അദാ ഇൽ ഹജ്ജി വൽ ഉംറ. മുസ്ലിംകൾ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് പോകുന്നു. വയതൂഫൂന ബിൽ കാബത്തി. അവർ കാബയെ ത്വവാഫ് ചെയ്യുന്നു അഥവാ ചുറ്റുന്നു. വയസ്ഔന ബൈന സ്വഫാ വൽ മർവ. അവർ സ്വഫാ മർവ മലകൾക്കിടയിൽ സാഴി ചെയ്യുന്നു അഥവാ നടക്കുന്നു. മക്കളെ, ഈ പാരഗ്രാഫിൽ പച്ച നിറത്തിൽ കൊടുത്ത അൽ കാബത്തു എന്ന വാക്ക് ശ്രദ്ധിച്ചോ? എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അതിനു മുൻപ് ബി എന്ന അക്ഷരം വന്നപ്പോൾ അത് ബിൽ കാബത്തി എന്നു മാറി. കണ്ടോ, അവസാനം ദൊമ്മായിരുന്നത് കസറായി മാറി. അപ്പോൾ ഇത് മേഘം പോലെ മാറുന്ന വാക്കല്ലേ? ഇതിനെ നമ്മൾ എന്തു വിളിക്കും? അതെ, മുഅറബ്. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. എല്ലാവർക്കും അറിയുന്ന ഒരു ചരിത്രമാണിതിലുള്ളത്. ബന ഇബ്രാഹീമു വബുനുഹു ഇസ്മാഈലു അലൈഹിമസ്സലാം അൽ കാബത. ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും, അവർക്കുമേൽ സമാധാനമുണ്ടാകട്ടെ, കാബ നിർമ്മിച്ചു. ശ്രദ്ധിക്കുക, ഇവിടെ അൽ കാബത എന്ന് വീണ്ടും മാറി. അപ്പോൾ അതും മുഅറബ് തന്നെ. വഹുമാ യഖൂലാനി. അവർ രണ്ടുപേരും അത് പണിയുന്ന സമയത്ത് പ്രാർത്ഥിച്ചു, പറഞ്ഞിരുന്നു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ, തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഇതിൽ ഖുർആൻ ആയത്തിൽ വന്ന അൻത എന്ന വാക്ക് ശ്രദ്ധിച്ചോ? അത് വാക്യത്തിൽ എവിടെ വന്നാലും അൻത എന്നു തന്നെയാണ് പറയുക, അതിനു മാറ്റമില്ല. അപ്പോൾ അതെന്താണ്? അതെ, അത് കെട്ടിടം പോലെ ഉറച്ചുനിൽക്കുന്ന മബിനിയാണ്. അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ, വാക്കുകളെ അവയുടെ മാറ്റം വെച്ച് മോറബ്, മബിനി എന്ന് രണ്ടായി തിരിക്കാമെന്ന് നമുക്കിപ്പോൾ വ്യക്തമായി മനസ്സിലായി. ഈ രണ്ട് പാരഗ്രാഫും അതിലെ അർത്ഥവും ഉസ്താദ് പറഞ്ഞതുപോലെ എല്ലാവരും നന്നായി വീട്ടിൽ നിന്ന് വായിച്ചു പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ ഞാൻ വരുമ്പോൾ എല്ലാവരോടും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായല്ലോ? ഇൻഷാ അല്ലാ, ബാക്കി നമുക്ക് അടുത്ത പീരിയഡിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഉസ്താദുമാർക്കൊരു കൈത്താങ്ങാവുക എന്നതാണ് ഈ ചാനലിന്റെ ലക്ഷ്യം. ഒരുപാട് സമയമെടുത്താണ് ഓരോ വീഡിയോയും ഞങ്ങൾ തയ്യാറാക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് സബ്സ്ക്രൈബിലൂടെയും ഷെയറിലൂടെയും അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.